ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പോക്കിമോൻ്റെ എപ്പിസോഡുമായിട്ടാണ്. ഇത് എപ്പിസോഡ് 48 47 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ എപ്പിസോഡ്സ് ഒറ്റ എപ്പിസോഡ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് അത് തപ്പിയിട്ട് എവിടുന്നും കിട്ടിയതുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതേത് എപ്പിസോഡെന്ന് ചോദിച്ചാൽ ജിഗ്ലിഫോഫ് എന്നൊരു പോക്കിമോനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പോക്കിമോൻ സീരീസിൽ. ആ പോക്കിമോനെ ഈ എപ്പിസോഡിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രധാനമുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലും വലിയൊരു സോറി ചോദിക്കുന്നു. അതിൽ നമുക്ക് എക്സ്പ്ലനേഷന് പോകാം. വിരിച്ചപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആശും കൂട്ടുകാരും ഇപ്പോൾ ഗ്രാൻഡ് പാ കനയൻ എന്നും പറഞ്ഞ ഒരു ടെറൈൻ പോലെയുള്ള സ്ഥലത്താണ് എത്തിയത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് പുരാതനമായ സത്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, എസ്പെഷ്യലി ഫോസിൽസ്. അവരിനി എന്തൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഈ എപ്പിസോഡിൽ നോക്കാം. അവരൊരുമ്പം തന്നെ കാണുന്നത് ഒരുപാട് പേർ പിക്കാക്സ് ഒക്കെ പിടിച്ച് ഡിഗിങ്ങിന് പോകുന്നതാണ്. ഇവരെന്തിനാ ഈ ഷവലും പിക്കാക്സും പിടിച്ച് അങ്ങോട്ട് പോകുന്നതെന്ന് ആശു ചോദിക്കും. നിനക്കൊരു തേങ്ങ അറിയില്ല എന്ന് ചോദിച്ച് ഗാരി അങ്ങോട്ട് വരും. നിങ്ങളാരും ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല. ഗ്രേറ്റ് ഫോസിൽ റഷ്. എനിക്ക് പെട്ടെന്ന് പോകണം, എന്നിട്ട് ഞാൻ തന്നെയായിരിക്കും ആദ്യമായിട്ട് ഫോസിൽ കണ്ടുപിടിക്കാൻ പോകുന്നതും. എനിക്ക് നിന്നെ പോലത്തെ തോൽവികളെടുത്ത് സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഗാരി അവിടുന്ന് പോകും. അവൻ കുഴിക്കുന്നത് മുമ്പായിട്ട് ഫോസിൽ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും ആരാണ് യഥാർത്ഥ തോൽവിയെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മൾ കുയിക്കണ്ട എന്നാണ്. കാരണം കുറേ വർഷങ്ങളായി പോക്കിമോൺസിൻ്റെ ഫോസിൽസൊക്കെ ഭൂമിയുടെ അടിയിൽ റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇനി നമ്മൾ വെറുതെ അതിനെ ചുരണ്ടിയെടുക്കണോ എന്ന് ബ്രോക്ക് ചോദിക്കും. അവർ ഒരുപാട് വർഷങ്ങളായി ഭൂമിയുടെ അടിയിൽ തന്നെയാണ്. അവർക്കൊരു പക്ഷേ കുറച്ച് ഫ്രഷ് എയറിൻ്റെ ആവശ്യം വരുമെന്ന് മിസ്റ്റി പറയും. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്റെ തലച്ചോറിനാണ് വേണ്ടിയെന്ന് ആശും പറയും. പിന്നീട് കാണിക്കുന്നത് ജിഗ്ലിഫോഫ് എന്ന പോക്കിമോനെയാണ്. ഈ പോക്കിമോനെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഈ പോക്കിമോനും ഈ എപ്പിസോഡിൽ നല്ലൊരു റോൾ തന്നെയുണ്ട്. അങ്ങനെയാണ് 48ാമത്തെ എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്, അറ്റാക്ക് ഓഫ് ദ പ്രീ ഹിസ്റ്റോറിക് പോക്കിമോൻ. അവിടെ എല്ലാവരും കുയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗാരിയും അവിടെ കുയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഗാരിക്ക് എന്തോ ഒരു സാധനം തടയും. ഗാരി അതൊരു ഫോസിലാണെന്ന് വിചാരിക്കും. എന്നാൽ അത് ഫോസിലാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വരും. അയാളോട് ഗാരി പറയുന്നുണ്ട് ഇത് പഴയതോ പോക്കിമോന്റെ തലച്ചോറാണെന്നൊക്കെ. ഇത് കട്ടയായി പോയ പോക്കിമോന്റെ ഒരു വളം മാത്രമാണെന്ന് അദ്ദേഹം പറയും ഗാരിയോട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് കുയിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു സത്യമായ കാര്യമാണോ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ടീം റോക്കറ്റിനെ കാണുക. എന്നാൽ ടീം റോക്കറ്റിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഈ കുയിക്കുന്ന സ്ഥലം മൊത്തം ഡയനാമാറ്റിക് ബോംബ് വെച്ച് തകർക്കുക, എന്നിട്ട് അവർക്ക് കിട്ടുന്ന ഫോസിൽസൊക്കെ എടുത്തുകൊണ്ട് പോവുക. അതാണ് ടീം റോക്കറ്റിൻ്റെ പ്ലാൻ. ഇതൊക്കെ ആശും കൂട്ടുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. പിക്കാച്ചു ഞാനും അവരെ തടയാൻ നോക്കാം, നിങ്ങൾ താഴെയുള്ളവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ആശും കൂട്ടുകാരും പിരിഞ്ഞു പോകും അവിടുന്ന്. എന്നാൽ അവർ വരുമ്പോക്ക് മിയാവുത്ത് തിരികെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. സ്ക്വൈഡയെ വിട്ട് വാട്ടർ ഗൺ ഷൂട്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആശ ശ്രമിക്കും, പക്ഷെ അത് നടക്കില്ല. ആശ അത് വിട്ടുകൊടുക്കില്ല. ആശ അതിന്റെ വൈത്താലെ തന്നെ പോകും. ആശിന്റെ ബാക്കിൽ ടീം റോക്കറ്റും. എന്നാൽ എല്ലാ പണിയും പാളും. ആശിനും പിക്കാച്ചുക്കും സ്ക്വൈഡോക്കും അത് നിർത്താൻ പറ്റില്ല. അവസാനം വേറെ മാർഗമില്ലാതെ പിക്കാച്ചു ഒരു ഷോക്ക് അടിപ്പിക്കും. അതിലൂടെ മൊത്തം ബ്ലാസ്റ്റ് ആകും അവിടെ. അങ്ങനെ അവിടെ ഒരു വിള്ളല് വീണ് ആ വിള്ളലിലൂടെ ടീം റോക്കറ്റും ആശും പിക്കാച്ചും കുയിലേക്ക് വീകും. അതുകൂടാതെ അവിടെ എടുത്തു നിന്ന പാറകൾ പൊട്ടി ആ കുയി മൂടുകയും ചെയ്യും. എന്നാൽ സ്ക്വൈഡോ ആ കുയിലേക്ക് വീണിട്ടില്ല. ബ്രോക്കും മിസ്റ്റിയും സ്ക്വൈഡും കല്ലുകൾ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ടീം റോക്കറ്റ് പറയും ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണെന്ന് ആശിനോട് പറയും. അപ്പോൾ നിങ്ങളെല്ലാദ്യം ഈ ഡൈനാമൈറ്റ് യൂസ് ചെയ്ത് ഇവിടെ മൊത്തം തകർക്കാൻ ശ്രമിച്ചത്, അതുകൊണ്ടല്ലേ ഞാൻ തടയാൻ ശ്രമിച്ചതെന്ന് ആശു പറയും. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം, നമുക്കാദ്യം ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാമെന്ന് മിയാവുത്ത് പറയും. അങ്ങനെ മിയാവുത്ത് ഒരു വെളിച്ചം വരുന്ന സ്ഥലം കാട്ടിക്കൊടുക്കും. പിന്നീടാണ് അവർ കാണുക ഈ കേവിൽ കുടുങ്ങിക്കിടക്കുന്ന കുറെ വർഷങ്ങളായി കുടുങ്ങിക്കിടന്നിരുന്ന കുറച്ച് പോക്കിമോൺസ് അവിടെയുണ്ട്. പക്ഷെ അവരെ കണ്ടാൽ മനസ്സിലാവും അവർ അത്ര നല്ല സ്വഭാവത്തിലല്ല എന്ന്. 1000ഓളം വർഷങ്ങൾക്ക് മുമ്പല്ലേ പോക്കിമോൺസ് ആണ് മുമ്പിൽ കാണുന്നത്. പക്ഷെ ആ പോക്കിമോൺസ് ഒക്കെ മനുഷ്യന്മാരെ കണ്ടിട്ട് തന്നെ 1000 വർഷങ്ങളായി. എന്നാൽ ടീം റോക്കറ്റ് ആണെങ്കിൽ കണ്ട് പോക്കിമോൺ എടുത്ത് എറിയും. എന്നാൽ അത് രണ്ടും അവരെ നേർക്ക് തന്നെ തിരിച്ചടിച്ചു കൊടുക്കും ആ പോക്കിമോൻ. അങ്ങനെ ആശിവരെ നേരിടാൻ വേണ്ടി ചെർമിലിനെ ഇറക്കും. ആശു പറയും നിന്റെ ഫ്ലൈം യൂസ് ചെയ്ത് ഇവരെ തടയുമെന്ന്. അതിന് നീ ഏതാണെന്ന് ഒരു മട്ടില് ചെർമിലിയൻ അവിടെ റെസ്റ്റ് എടുക്കും. അങ്ങനെ ഈ പോക്കിമോൺസ് എല്ലാവരും ആശിനെയും ടീം റോക്കറ്റിനെയും ഓടിപ്പിക്കും അവിടുന്ന്. അവിടെയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ടാവും. ആ പോലീസ് ഓഫീസർ പറയും ഇങ്ങനെ കൈകൊണ്ടെടുത്താൽ ഇത് ഇപ്പോഴൊന്നും തീരില്ല, ഞാൻ സായത്തിന് ആരെയും കിട്ടുമോ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ പോലീസ് ഓഫീസർ അവിടുന്ന് പോകും. ബ്രോക്കാണെങ്കിൽ ജിയോഡൂഡിനെ ഇറക്കും. അങ്ങനെ ജിയോഡൂഡിനെ യൂസ് ചെയ്ത് കുറച്ച് കല്ലുകളൊക്കെ ബ്രോക്ക് നീക്കും. പിക്കാച്ചു ആണെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവരാണെങ്കിൽ ആശിനെയും പിക്കാച്ചും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇവർക്ക് എന്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ തന്നെ അവർ അവിടുന്ന് പേടിച്ച് ഓടും. അങ്ങനെ ഒരു പോക്കിമോൻ ചിറകുകൾ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോക്കിമോൻ ആദ്യം ചെയ്യുക ചെർമിലിയനെ അടിച്ചു തെറിപ്പിക്കും പാറന്റെ പുറത്തിൽ നിന്ന്. അത് പറക്കാനൊക്കെ കഴിവുള്ള എയറോഡാക്റ്റിൽ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടുങ്ങിപ്പോയ ഒരു പോക്കിമോനാണെന്ന് പോക്കിടെക്സ് പറയും. അതുകൂടാതെ ഇതൊരു സസ്യബുക്ക് പോക്കിമോനുമല്ല. അങ്ങനെ ഈ പോക്കിമോനും ടീം റോക്കറ്റിനെയും ആശിനെയും ഓടിപ്പിക്കും. പക്ഷെ ഇപ്രാവശ്യം ചെർമിലിയൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷെ ചെർമിലിയൻ്റെ അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെ അത് ചെർമിലിയനെ വീണ്ടും അടിച്ചു തെറിപ്പിക്കും.
അപ്പോഴായിരിക്കും ടീം റോക്കറ്റും ആശും കാണുക മുകളിൽ നിന്ന് വെളിച്ചം വരുന്നുണ്ട്. അത് തന്നെയാണ് പുറത്തോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് അവർ മനസ്സിലാക്കും. ഇന്നലെ ആ പോക്കിമാനാണെങ്കിൽ ആശിനെ പിടിച്ചുകൊണ്ട് തന്നെ പീക്കാച്ചും ചെർമീരനും അതിന്റെ വാലിൽ തൂങ്ങും. അങ്ങനെ ആ പോക്കിമാൻ മുകളിലോട്ട് പറന്നു പോവുകയാണ്. അങ്ങനെ ബ്രോക്കും ടീമാണെങ്കിൽ മുകളിലെ കല്ലുകളൊക്കെ പൊളിച്ചു മാറ്റി കൊടുക്കും. അങ്ങനെ ആ പോക്കിമാൻ അവിടുന്ന് ആശിനെയും കൊണ്ട് പറന്നുയരും. ഈ പോക്കിമാണെങ്കിൽ ആശിനെയും കൊണ്ടുപോയി ഒരു പാറപ്പുറത്തിരിക്കും. അങ്ങോട്ടാണെങ്കിൽ ജിഗ്ലിഫഫ് എന്ന പോക്കിമോനും വരുന്നുണ്ട്. മിസ്റ്റർ പറയും നമുക്ക് ജിഗ്ലിഫഫിനെ യൂസ് ചെയ്ത് പാടിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉറങ്ങുമല്ലോ. ആശ പറയുന്നുണ്ട് ആരെങ്കിലും താഴെന്ന് എന്നെ വന്ന് രക്ഷിക്കുമോ എന്ന്. ചെർമിലനാണെങ്കിൽ താഴെ നിന്ന് എന്തൊക്കെയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ മുകളിൽ നിന്ന് ആ പോക്കിമോൻ കളിയാക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് ചെർമിലിന്റെ ശരീരത്തിൽ വെള്ളക്കളർ മൊത്തം പൊതിയുക. അതെ, ചെർമിലിയൻ ഇവോൾവ് ആകുകയാണ്. അങ്ങനെ ചാരസോളായി മാറി ചെർമിലിയൻ. ഈ എവല്യൂഷനെ നമുക്ക് വേണമെങ്കിൽ ഈഗോ എന്ന് വിളിക്കാം. തന്നെ രണ്ടടി അടിച്ച ആ പോക്കിമോനെ ഒരടിയെങ്കിലും തിരിച്ചടിക്കണം. ഏതിലാ പോക്കിമോൻ തായോട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഞാൻ മുകളിലോട്ട് പോകാം. ചാരസോഡിന്റെ വരവ് കണ്ടിട്ട് ആ പോക്കിമോൻ അവിടുന്ന് പേടിച്ച് പായും. പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാരസോഡ് ഫയർ അറ്റാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ജിഗ്ലിഫഫ് പാടാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ആ പോക്കിമോന് ഉറക്കം വരും. എന്നാൽ ചാരസോർ ബുദ്ധിക്ക് കളിക്കും. തന്റെ കൈകൾ യൂസ് ചെയ്ത് ചെവിയെ മറക്കും. തായലിലെ എല്ലാവരും ഉറങ്ങി തുടങ്ങിയിട്ടുമുണ്ടാകും. അങ്ങനെ ആ പോക്കിമോനെ പേടിൽ നിന്ന് ആശു മോചിതനാവും. പക്ഷെ ആശു തായോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ചാരസോട് വന്ന് രക്ഷിക്കും ആശിനെ. അങ്ങനെ ആ പോക്കിമോനാണെങ്കിൽ ഉറങ്ങിക്കൊണ്ട് ആ കുയിലേക്ക് തന്നെ വീകും. ആ വീണാഘാതത്തിൽ തന്നെ ആ കുയി മൊത്തമായി മൂടും. നല്ലതുപോലെ ലാൻഡ് ചെയ്ത ശേഷം ചാരസോടും ഉറങ്ങും. എന്നാൽ ആശാണെങ്കിൽ ഉരുണ്ടു പോകും. ജിഗ്ലിഫഫ് നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്. ബോധം വരുമ്പോൾ പോലീസ് ഓഫീസർ പറയും ഇനി ഇവിടെ ഇങ്ങനെ ഡിഗിങ് ഇങ്ങനെ അനുവദിക്കുന്നതല്ല. കാരണം ഇപ്പോൾ തന്നെ സംഭവിച്ചത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അതുകൊണ്ട് ഇനി ഇവിടെ ഡിഗിങ് തുടരാനും പറ്റില്ല എന്ന്. അങ്ങനെ ആശു കൂട്ടുകാരും യാത്ര തുടരും. അപ്പോൾ ആശു പറയും എനിക്ക് അവിടുന്ന് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. എന്നാൽ ബ്രോക്കാണെങ്കിൽ ആ മുട്ട എടുത്തിട്ട് പറയും ഇതിനെന്നേക്കാൾ നന്നായി ഞങ്ങൾ നോക്കും. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് തോടും. അങ്ങനെയാണ് എപ്പിസോഡ് 48 അവസാനിക്കുന്നത്. വീഡിയോ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.